ഈ ഒരു വിഷയത്തിൽ എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നിന്നും സനിസ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരത്ത് മുതിർന്ന നേതാക്കളടക്കം പ്രതിഷേധത്തിൽ പങ്കാളികളാകുന്നു എന്നുള്ളത് കൂടിയുണ്ട്. സനിസ, തിരുവനന്തപുരത്തെ പ്രതിഷേധം ഏതു രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്? അവകാശ പത്രിക മാർച്ചിലേക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കടന്നു വരികയാണ്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും കാണാമെന്ന് കരുതുന്നു. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് തന്നെ പറയണം. കാരണം നമുക്കറിയാം, എസ്എഫ്ഐയുടെ അവകാശ പത്രിക സമർപ്പിക്കാൻ മാർച്ച് എപ്പോഴും സെക്രട്ടേറിയറ്റിലേക്കാണ് ഉണ്ടാക്കുക. എന്നാൽ ഇന്ന് രാജ്യത്തെ പ്രത്യേക സാഹചര്യം മുൻനിർത്തി രാജ്യത്തെ വിദ്യാർത്ഥികൾ, പുതിയ തലമുറ തെരുവിൽ പ്രതിഷേധിക്കുന്ന, അതും ഇന്ദ്രപ്രസ്ഥം കത്തുന്ന ഒരു സാഹചര്യത്തിൽ, പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖല തന്നെ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ സംഭവിച്ചുകൊണ്ട് സിസ്റ്റം ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിൽ ലോക്ഭവന് മുന്നിലാണ് എസ്എഫ്ഐയുടെ പ്രതിഷേധം നടക്കുന്നത്. എൻപിഎ തിരിച്ചെടുക്കുക, അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നതാണ് ഇവരുടെ ആവശ്യം. എസ്എഫ്ഐ മുന്നോട്ട് വെക്കുന്ന ആവശ്യം, അവകാശ പത്രികയിൽ മുന്നോട്ട് വെക്കുന്ന ആവശ്യമാണ്. പ്രതിപക്ഷ നേതാവ് ഈ ഒരു അവകാശ പത്രിക മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വേദിയിലേക്ക് കടക്കുകയാണ്. ഉടൻ തന്നെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ സംഘർഷ സാധ്യതയില്ലാത്ത പോലും ഇവിടെ പ്രതിഷേധ മാർച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇരുവശത്ത് നിൽക്കുന്ന മുഴുവൻ സഖാക്കളും അവിടെ തറയിലിരിക്കേണ്ടതാണ്. മുഴുവൻ സഖാക്കളും സമരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മുഴുവൻ സഖാക്കളും അവിടെ ഇരിക്കേണ്ടതാണ്. എസ്എഫ്ഐയുടെ അവകാശ പത്രികാ മാർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുസമ്മേളനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷനായി എസ്എഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. തിരുവനന്തപുരത്ത് അവകാശ പത്രികാ സമർപ്പണ മാർച്ച് നടക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം എസ്എഫ്ഐ നടത്തുന്നുണ്ട്. അവിടേക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കൂടി എത്തിയിരിക്കുകയാണ്. എന്തായാലും അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം, പ്രതിഷേധമൊക്കെയാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. എസ്എഫ്ഐയും KSUവും യൂത്ത് കോൺഗ്രസും എല്ലാവരും സമരരംഗത്ത്, പ്രതിഷേധ രംഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക്